Good morning, all. Morning, Ricky. Good response on good morning, Barbara. Okay. Then classes start ചെയ്യാം. കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട് അല്ലേ? അപ്പോൾ നമ്മള് ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടാണ് പുതിയ ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. സോ എന്താണ് വായിക്കുന്നുണ്ടോ നിങ്ങള്? വായിച്ചു നോക്കുന്നുണ്ടോ? അതാത് ക്ലാസ്സുകള് വായിച്ചു നോക്കണമല്ലോ. കാരണം ലാസ്റ്റ് ടൈമില് റിവിഷന് വേണ്ടി നമ്മൾക്ക് ഡിപ്ലോമയ്ക്ക് പഠിച്ച പോലെ ലാസ്റ്റ് ടൈം റിവിഷൻ ടൈമിൽ നോക്കാമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. എഫോർട്ട് എടുത്ത് പഠിക്കേണ്ട ഒരു സെക്ഷൻ തന്നെയാണ് അല്ലേ? അപ്പോൾ നല്ല രീതിയിൽ എഫോർട്ട് എടുത്ത് തന്നെ അവിടെ നമ്മൾ പഠിക്കണം. ഓക്കെ. സോ അതായത് നമുക്ക് ടൈം കിട്ടുന്നത് അനുസരിച്ചിട്ട് നിങ്ങൾ പഠിച്ചു പോവാം കേട്ടോ. ഇപ്പൊ നമ്മുടെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവർക്ക് വേണ്ടി കൂട്ടിയാണ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓവറോൾ ആയിട്ട് ഞാൻ പറയുന്നേ. അപ്പൊ ഹോസ്പിറ്റലിലെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലാതെ ഹോസ്പിറ്റൽ അല്ലാതെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റ് അറ്റകുറ്റപ്പണികൾ അതിനകത്ത് എല്ലാ വർക്കുകളും പെടും അല്ലെ? അപ്പൊ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിനുള്ളിൽ നമുക്കറിയാവുന്ന ഒത്തിരി ഡിപ്പാർട്ട്മെന്റ്സുകളൊക്കെ ഉണ്ട്. സോ അവിടെ എല്ലാം മെയിൻ്റനൻസ് വർക്ക് പ്രാധാന്യമുണ്ട്. സോ അവിടുത്തെ മെയിൻ്റനൻസ് വർക്കുകളെ കുറിച്ചും അവിടുത്തെ ഡ്യൂട്ടീസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ അത് നമ്മുടേതായിട്ടുള്ള രീതിയിലോട്ട് കുറച്ച് എളുപ്പം പറഞ്ഞ് പോകാനേ പറ്റുള്ളൂ. കാരണം ഇത് ഒരുപാട് വലിച്ചു നീട്ടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. സോ നമുക്ക് നോക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഹോസ്പിറ്റല് മറ്റ് ബിൽഡിങ്സുകളിൽ നിന്നും ഡിഫറെന്റ് ആകുന്നത് എപ്പോഴൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണെന്ന് അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു ഡയഗ്നോസ്റ്റിക്, ഫാർമസി, നഴ്സറീസ്, ക്ലിനിക്കൽ ലബോറട്ടറീസ് ഉണ്ട്, അവിടെ ഇമേജിംഗ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ദെൻ ഇനി അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് പറയുന്നത് കേട്ടോ. നോക്കാം. നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലിനുള്ളിലുള്ള യൂണിറ്റുകളാണ് ഈ ഡയഗ്നോസ്റ്റിക്സ്, ഫാർമസി, നഴ്സറീസ്, ക്ലിനിക്കൽ ലബോറട്ടറീസ്, ഇമേജിംഗ്, ട്രീറ്റ്മെന്റ് ആൻഡ് എമർജൻസി റൂം, സർജറി ഹാൾസ്, ഫുഡ് സർവീസ്, ഹൗസ് കീപ്പിംഗ്, ഇൻപേഷ്യന്റ് ഹൗസിംഗ്. ഇത്രയും ഡിപ്പാർട്ട്മെന്റുകളൊക്കെ അടങ്ങിയതാണ് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ആൻഡ് മെനി മോർ. ഇത് മാത്രമല്ല, ഇതിൽ കൂടുതൽ ഡിപ്പാർട്ട്മെന്റ്സുകൾ ഇൻക്ലൂഡ് ചെയ്തതാണ് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. Although this sounds like quite a handful already, that's not all. Each of these units is a subject to unique set of strict operating procedures that are regularly monitored by regulatory authorities. അപ്പൊ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ ഇത്തരം യൂണിറ്റുകളൊക്കെ ഉണ്ട്. ഈ യൂണിറ്റുകളെല്ലാം ഓരോ റെഗുലേറ്ററി മീൻസ് നിയന്ത്രണ പ്രകാരമാണ് വർക്കിംഗ് ആയിട്ടുള്ളത്. ഇപ്പോ നമ്മൾ പറഞ്ഞു ഇമേജിംഗ് ആണ്, എക്സ്റേ ആണെങ്കിൽ ആ എക്സ്റേ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഹെഡ് ഉണ്ടാകും. ദെൻ അവിടെ അതിന് കീഴിൽ സൂപ്പർവൈസറിന് കീഴിൽ സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും. സോ അവിടെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, പ്രോട്ടോകോൾസുകൾ ഉണ്ട്. അതുപോലെ തന്നെ സെയിം ഒരു ലബോറട്ടറി ആണെന്നിരിക്കട്ടെ, ലബോറട്ടറിയിൽ ഒരു ഡയറക്ടർ ഉണ്ട്, ഡയറക്ടറിന്റെ കീഴിൽ വരുന്ന വ്യക്തികളുണ്ട്, അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളുണ്ട്. അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസുകൾ മാനിച്ചുകൊണ്ടാണ് അവിടുത്തെ വർക്കിംഗ് നടക്കുന്നത്. സോ ഓരോ യൂണിറ്റുകൾക്കും കൃത്യമായിട്ട് ഓരോ സെക്ഷനും എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കീപ്പ് ചെയ്ത് പോകുന്നു. Then organizing maintenance work around 24/7 സർവീസ് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. ഒരു ഹോസ്പിറ്റലില് ഓർഗനൈസിംഗ് മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നത് എപ്പോഴും 24/7 സർവീസ് നടക്കുന്നത്. അതായത് 24 മണിക്കൂറും സേവനം ലഭ്യമായിരിക്കണം. മെയിൻ്റനൻസ് അല്ലെ? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, അവിടെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് എക്യുപ്മെന്റ്സുകൾ പ്രവർത്തിക്കുന്നു. ഫുൾ ടൈം വർക്കിംഗ് ആണ് അല്ലെ? അവിടെ ഒരു ടൈം ഇല്ല. ഏത് സമയത്തും എല്ലാ റൂമുകളും വർക്കിംഗ് ആണെന്ന് തന്നെ പറയാം. ഇപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സർജറി, സ്കാനിങ്, ഇതെല്ലാം ഫുൾ ടൈം വർക്കിംഗ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. സോ ഏത് നിമിഷവും എക്യുപ്മെന്റ്സിന് ചിലപ്പോൾ എന്തെങ്കിലും കേടുപാടുകളൊക്കെ സംഭവിക്കാം. സോ നമ്മൾ എപ്പോഴും മെയിൻ്റനൻസ് വർക്ക് 24 hours അവിടെ ലഭ്യമായിരിക്കണം. Then walk into hospital at any hour, day or night, and there is some important activity going on. അല്ലെ? ഏത് സമയത്തും ഡേയിലാണെങ്കിലും നൈറ്റിലാണെങ്കിലും അവിടെ പ്രധാനപ്പെട്ട മേഖലകളിൽ ഹോസ്പിറ്റൽ എപ്പോഴും വർക്കിംഗ് ആണെന്ന്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഫുൾ ടൈം അവിടെ വർക്കിംഗ് ആണ്. For the maintenance team, this can be especially complex.
they will need to keep a number of systems running continuously and still somehow find a time and place to perform scheduled maintenance. So, either 24 into hours, 24 into 7 hours of maintenance working. So, maintenance ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അവർക്ക് ഫുൾ ടൈം വർക്കിംഗ് ആണെന്ന്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവരൊരു ടൈം ഷെഡ്യൂൾ ഒക്കെ ചെയ്യണം. ഇപ്പൊ സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റിന് മറ്റ് സ്റ്റാഫുകള് അല്ലെങ്കിൽ ഡേ ഷിഫ്റ്റിനാണെങ്കിൽ വേറെ സ്റ്റാഫുകള് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഷെഡ്യൂളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. Then, in practical terms, the maintenance team will need an airtight schedule, most likely with the different machines being serviced on strategic timetable. ഇത് നമുക്കറിയാം മെയിൻ്റെനൻസ് ടീം വിൽ എയർ ടൈറ്റ് ഷെഡ്യൂൾ. എയർ ടൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്, എപ്പോഴും വർക്കിംഗ് ആണെന്ന്, അവർക്കൊരു ഫ്രീ ടൈം ഇല്ല. കാരണം എപ്പോഴും മെയിൻ്റെനൻസ് വർക്കുകൾ പല ഏരിയയിൽ ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാവണമെന്നില്ല. ഇപ്പൊ ഒരു എക്സ്റേ ഡിപ്പാർട്ട്മെന്റിൽ അവർ എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്ക് കഴിയുമ്പോൾ അപ്പൊ തന്നെ വേണമെങ്കിൽ ഐസിയിൽ ഏതെങ്കിലും എക്യുപ്മെന്റ്സിൽ വർക്ക് ആവാത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടേക്ക് പോകേണ്ടതില്ല. ഒരു ഫുള്ളി ഒരു ടൈറ്റിൽ വർക്ക് ആണെന്ന്, ഫുൾ ടൈം വർക്കിംഗ് ആണെന്ന്. സോ machines have been serviced on a strategic timetable. അല്ലേ? അതായത് സ്ട്രക്ചേർഡ് ടൈം ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഒരു 11 എന്നുള്ളൊരു മീനിങ് ആണ്. അതായത് ഫുൾ ടൈം വർക്കിംഗ് ആണെന്ന്. അതായത് ഈ വസ്തുക്കളും എക്യുപ്മെന്റ്സും എല്ലാം ഫുൾ ടൈം ആയിട്ട് വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. In a situation where equipment must be closed for maintenance work, such as electrical or other high risk equipment. അതായത് ഇപ്പോ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ ഇവർക്ക് മെയിൻ്റെനൻസ് വർക്ക് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ചില എക്യുപ്മെന്റ്സ് ക്ലോസ് ചെയ്തിട്ടുള്ളതായിട്ട് വരുന്ന, ഇപ്പോ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള വർക്കുകളൊക്കെ വരികയാണെങ്കിൽ, ഇപ്പോ ഹൈ റിസ്ക് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോ ഈ മെയിൻ്റെനൻസ് വർക്കിന്റെ ടൈമിൽ ക്ലോസ് ചെയ്യുന്നതായിട്ട് വരും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളുടെ വീട്ടിൽ തന്നെ, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കറണ്ടിന്റെ വർക്ക് ചെയ്യുകയാണ്, ചിലപ്പോൾ ഒരു ഫാൻ കംപ്ലൈന്റ് ആയി, അപ്പൊ അത് അഴിച്ച് പണിയണം, എന്തെങ്കിലും ഒരു കംപ്ലൈന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അഴിച്ച് പണിയണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ മെയിൻ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യും. ഈ ചെയ്യാറുണ്ടോ? മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ വർക്കുകൾ ചെയ്യും ശേഷമാണ് നമ്മൾ ഓണാക്കുന്നത് ഇല്ലേ? അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ്? സേഫ് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അല്ലേ? അപ്പോ ഇവിടെ പറയുന്നത് ചില വർക്കുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ എക്യുപ്മെന്റ്സും മറ്റും ക്ലോസ് ചെയ്യുന്നതായിട്ട് വരുന്നത്. ഇപ്പോ ICU-ൽ എന്തെങ്കിലും കംപ്ലൈന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഷ്യന്റ് കിടക്കുന്ന റൂമിൽ എന്തെങ്കിലും ഒരു ഫാനിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നിരിക്കട്ടെ. സോ അത് ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കുന്ന ഒരു പണിയാണെങ്കിൽ, ചിലപ്പോൾ ഒരു എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റെനൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തേക്ക് അത് ക്ലോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ കറണ്ട് മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുള്ളതായിട്ടൊക്കെ വരും. ചിലപ്പോൾ ആ ഒരു സെക്ഷൻ ഓഫ് ചെയ്ത് ഫുള്ളായിട്ട് ഓഫ് ആക്കിയില്ലെങ്കിൽ ആ ഒരു സെക്ഷൻ ചിലപ്പോൾ ഓഫ് ചെയ്തിട്ടുള്ളതായിട്ട് വരും. സോ അറേഞ്ച്മെന്റ്സ് മസ്റ്റ് ബി മെയ്ഡ് ഫോർ ആൻ ഓൾട്ടർനേറ്റീവ് ഓർ എ ബാക്കപ്പ്. Routine work like that should scheduled with enough wiggle room for to postpone it if necessary. Wiggle room എന്ന് വെച്ചാൽ എന്താണ്? ചലിക്കുന്ന ഒരു റൂം. അതായത് ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഒരു റൂമില് എക്സാമ്പിൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇപ്പൊ ഒരു പേഷ്യന്റ് കിടക്കുന്ന റൂമില പേഷ്യന്റ് ചിലപ്പോ നമ്മള് വർക്കിംഗ് കാനലാസ് ഒക്കെ ഇട്ട് കിടക്കുന്ന ഒരു പേഷ്യന്റ് ആണെന്ന് വിചാരിക്കാം. ദെൻ ആ റൂമിൽ പെട്ടെന്ന് അവിടെ ഫാൻ വർക്ക് ആവുന്നില്ല. അപ്പൊ അപ്പൊ തന്നെ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് വന്നു നോക്കി. അപ്പൊ കുറച്ച് പണിയുണ്ട്, ചിലപ്പോൾ അത് ഫാൻ മാറ്റേണ്ടതായിട്ട് വരും, പുതിയൊരു ഫാൻ ഫിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ നമ്മൾ എന്ത് ചെയ്യും? ഈ പേഷ്യന്റിന് അത്രയും നേരം ആ പേഷ്യന്റിന് ഇവര് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിടക്കാൻ പറ്റില്ലല്ലോ. സോ സെയിം അപ്പൊ തൊട്ടടുത്തൊരു റൂമും മീൻസ് ഒരു ഫ്രീ ആയിട്ടുള്ള റൂം ഉണ്ടെങ്കിൽ ഇതേ സൗകര്യങ്ങളോട് കൂടി തന്നെ, അതായത് ഇപ്പോ മെഡിസിൻസ് കാര്യങ്ങൾ ട്രിപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തന്നെ നമ്മൾ ആ പേഷ്യൻസിനെ അപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. ക്ലിയർ ആയോ? അതാണ് ഈ വിഗിൾ റൂം എന്ന് പറഞ്ഞാല്. അതായത് ചലിക്കുന്ന എന്നുള്ളൊരു മീനിങ് ആണ്. എങ്ങനെയാണോ പേഷ്യന്റ് ഇവിടെ കിടക്കുന്നത്, ഇപ്പൊ ഇഞ്ചക്ഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ക്യാനുലേക്ക് കയ്യിലിട്ട് നീഡിലൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ വേറൊരു റൂം സെറ്റ് ആക്കി കൊടുക്കുകയാണ്. ഇവിടെ വർക്കിംഗ് നടക്കുന്നത് കൊണ്ട് നമുക്ക് ഈ പേഷ്യൻസിന് അവരുടെ സൗകര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സെയിം അതുപോലെ തന്നെ നമ്മളൊരു റൂം സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ക്ലിയർ ആണോ? അതാണ് അവിടെ ഉദ്ദേശിച്ചത് വിഗിൾ റൂം, ചലിക്കുന്ന ഒരു റൂം. അതായത് നമുക്ക് ഇവിടെ ഫാൻ ശരി അങ്ങനെയാണല്ലോ, അപ്പൊ നമുക്ക് സെയിം അതുപോലെ തന്നെ ഒരു റൂം അപ്പുറത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? വേർഡ്സിലെ കുറച്ച് എന്താ പറയാ വളച്ചൊടിച്ചിട്ട് തന്നിരിക്കുകയാണ്, കാര്യം നിസ്സാരമായിട്ടുള്ള സംഭവമാണ്. ഓക്കെ, then to accommodate these maintenance requirements, the maintenance team will need adopt 24/7 working schedule.
സോ മെയിൻ്റനൻസ് ടീം എപ്പോഴും 24/7 ഷെഡ്യൂൾ ആണ് വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. They will also need to be prepared to grab little windows of opportunity to quickly service machines that become unexpectedly inactive. എന്താണ് പറയുന്നത്? അപ്പോ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് അവര് 24/7 അവേഴ്സ് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് ഇവിടെ പറയുന്നത്? ഇപ്പോ ഇനാക്റ്റീവ് ആകുന്നത് അൺഎക്സ്പെക്ടഡ്ലി, അതായത് ഇനാക്റ്റീവ് ആകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നിർജ്ജലിച്ച് പോവുക. ഇപ്പോ വർക്ക് ചെയ്യുന്ന ഒരു പ്ലാൻ പെട്ടെന്ന് വർക്ക് ചെയ്യാതാവുക, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകളും മറ്റും ഒരു നിർജീവമാകുന്ന ഒരവസ്ഥ, മീൻസ് അത് ഡൗൺ ആവുന്ന ഒരവസ്ഥ വരുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന് സർവീസ് ചെയ്യാനായിട്ട് സാധിക്കണം എന്ന്. അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ 24 hours വർക്കിംഗ് ഷെഡ്യൂൾ കൊടുക്കുന്നത്. ഇപ്പൊ പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ്സ് നിലച്ചു പോവുകയാണെങ്കിൽ, അല്ലെ, അൺഎക്സ്പെക്ടഡ്ലി ഇനാക്റ്റീവ്, പെട്ടെന്ന് തന്നെ അത് എന്തെങ്കിലും നമുക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല, പെട്ടെന്ന് അത് വർക്ക് ആവുന്നില്ല. ചിലപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോയിലിംഗ് മെഷീൻ ആവാം. എന്താ ബോയിലിംഗ് മെഷീൻ ഓർമ്മയുണ്ടോ? പഠിച്ചത് ബോയിലിംഗ് മെഷീൻ പഠിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഡിപ്ലോമ പഠിച്ച ആളുകളൊന്നും കേട്ടിട്ടില്ല. ബോയിലിംഗ് മെഷീൻ കേട്ടിട്ടുണ്ടോ? ഡിപ്ലോമയിൽ പഠിച്ചതല്ലേ നമ്മള്, മെഡിക്കൽ എക്യുപ്മെന്റിലല്ലോ, മെഡിക്കൽ ഗ്യാസിൽ പഠിച്ചിട്ടുണ്ടോ? പേഷ്യന്റിന് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത് എക്യുപ്മെന്റ് ആണ്, പഠിച്ചിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല? ആദ്യമായിട്ട് കളിക്കുകയാണോ ബോയിലിംഗ് മെഷീൻ? കേട്ടിട്ടുണ്ടോ? യെസ്, ഒരാൾ ഷഫീന മാത്രം കേട്ടിട്ടുള്ളൂ, വേറെ ആരും കേട്ടിട്ടില്ല. ഒരാൾ പോലും കേട്ടിട്ടില്ല ബോയിലിംഗ് മെഷീൻ. ഓക്കെ, 100 ഇമ്പോസിഷൻ എന്താണോ? ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ മെഡിക്കൽ ഗ്യാസിൽ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനായിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഓർമ്മ കിട്ടാനായിട്ടായിരിക്കും. പേഷ്യന്റിന് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത്, അനസ്തേഷ്യ റെഫർ കൊടുക്കുന്ന എന്താണ് ഒരു എക്യുപ്മെന്റ് ആണ്. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. ഇപ്പൊ പെട്ടെന്ന് പേഷ്യന്റിന് അത് ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അത് വർക്ക് ചെയ്യാതെ വരികയാണെങ്കിലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്കത് ക്വിക്ലി ഒന്ന് സർവീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 24/7 വർക്കിംഗ് ടൈം അവർക്ക് നൽകുന്നത്. ഓക്കെ, അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇവിടെ തുടങ്ങി ഈ പാരഗ്രാഫ് ഒന്ന് വായിക്കുക കേട്ടോ. മനസ്സിലായോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇത് ഈ ഒരു രീതിയിൽ പറഞ്ഞു വെച്ചോളൂ കേട്ടോ. മാക്സിമം ഞാൻ ഷോർട്ട് ആക്കിയിട്ട് നിങ്ങളുടേതായ രീതിയിലോട് അതിനെ പറഞ്ഞെത്തിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ ആണോ എല്ലാവരും? ക്ലിയർ ആണോ? ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോ പെട്ടെന്ന് നമുക്ക് ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് കടിച്ചാൽ പറ്റാത്ത വാക്കുകളൊക്കെ തന്നിരിക്കുന്നത് നേരായിട്ടുള്ള സെന്റൻസിന് വളച്ചൊടിച്ചിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി സിമ്പിൾ ആക്കിയിട്ടാണ് പറയുന്നത് കേട്ടോ. വായിച്ചു നോക്കുക കേട്ടോ. അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. Complete ചെയ്തോ? നെക്സ്റ്റ് നോക്കാം. The grave implications of maintenance mistake. Imagine what would happen in any these scenarios. അതായത് ഇപ്പൊ മെയിൻ്റനൻസിന്റെ പിശക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്നത്,
എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അതായത് മെയിൻ്റനൻസിന്റെ പ്രശ്നങ്ങൾ, അതായത് ഇപ്പൊ എക്യുപ്മെന്റ്സ് വർക്ക് ചെയ്യാതിരിക്കുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ജസ്റ്റ് ഓരോ സിറ്റുവേഷൻസ് ആണ് അവിടെ പറയുന്നത് കേട്ടോ. മീൻസ് മെയിൻ്റനൻസ് വർക്ക് ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. നോക്കാം. A defibrillator does not power up when needed. പെട്ടെന്ന് ചിലപ്പോൾ ആവശ്യമുള്ളപ്പോൾ ഡിഫിബ്രിലേറ്റർ പവർ ഇല്ലാതെ വരികയാണെങ്കിൽ വർക്ക് ചെയ്യാതിരിക്കുന്നത്. A monitor tracking a patient's vital signs in faulty and does not send an audible alarm at a critical stage. ഇപ്പൊ ഒരു പേഷ്യൻസിന്റെ നമ്മളൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസ് ആണ്. സോ ആ പേഷ്യൻസിന്റെ വൈറ്റൽ സയൻസ് നമ്മൾ മോണിറ്റർ സിസ്റ്റം കാണിക്കില്ലേ, ആ വൈറ്റൽ സയൻസ് ആ മോണിറ്റർ ചിലപ്പോൾ സിഗ്നൽ കാണിക്കുന്നത് ആ ഒരു അലാം കേൾക്കാതെ വരുന്ന ഒരു സാഹചര്യം. നമ്മൾ പറഞ്ഞില്ലേ, നിങ്ങൾ സിനിമയിലൊക്കെ നിങ്ങൾ കാണാറുണ്ടല്ലോ, മോണിറ്റർ വെച്ചിട്ട് പേഷ്യന്റ് ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുകയാണ്. സോ ഒരു നമ്മളുടെ വേവ് ലെങ്ത് പോലെ തരംഗങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും മോണിറ്ററിൽ അല്ലേ. അപ്പോ ബീറ്റ് സൗണ്ട് അടിക്കും, അലാമ കളിക്കുന്നത് നിങ്ങൾ ഫിലിമിലൊക്കെ കാണാറുണ്ടല്ലോ. സോ ഇങ്ങനെ ആ ഒരു മോണിറ്ററിൽ അലാം അടിക്കാതെ വരിക. അപ്പൊ അലാം അടിക്കുമ്പോഴല്ലേ നമ്മൾ പേഷ്യന്റിന് ചിലപ്പോ പേഷ്യന്റിന്റെ നോർമൽ ഹാർട്ട് ബീറ്റ് ആണെങ്കിലും നോർമൽ വെയിറ്റോ അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നതൊക്കെ അലാം അടിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു മോണിറ്റർ സിസ്റ്റത്തിൽ അലാം അടിക്കാതെ വരുന്ന സാഹചര്യം. Then the imaging machine suddenly stop working. ഇമേജിംഗ് ഇപ്പൊ എക്സ്റേ എടുക്കുന്ന മെഷീനോ അല്ലെങ്കിൽ റേഡിയോളജിയിലേക്ക് ഉപകരണങ്ങൾ പെട്ടെന്ന് തന്നെ തകരാറിലാണ് വരുന്നത്, സ്റ്റോപ്പ് ആയി പോകുന്നത്, എടുക്കാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷൻ. The system responsible for creating negative pressure room does not do its job properly. അതുപോലെ തന്നെ ഇപ്പോ നെഗറ്റീവ് പ്രഷർ റൂം, ഇപ്പൊ നമുക്കറിയാം എയർ കണ്ടീഷണർ ഇപ്പോ സർജിക്കൽ റൂം ആണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആണെങ്കിലും പ്രഷർ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ശരിയായിട്ടുള്ള രീതിയിൽ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പ്രഷർ വരുമ്പോൾ ഉണ്ടാകുന്ന ശരിയായിട്ടുള്ള വർക്കിംഗ് നടക്കാതെ വരുന്നത്. ഓക്കെ, സിറ്റുവേഷൻ ആണ് പറയുന്നത്. നമുക്ക് മെയിൻ്റനൻസ് ആവശ്യമായി വന്നേക്കാവുന്ന സിറ്റുവേഷൻസ് ആണ്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ കേട്ടോ. വായിച്ചു നോക്കിയ സിറ്റുവേഷൻസ് അതിൽ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല. ജസ്റ്റ് ആ സിറ്റുവേഷൻസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. Okay, then next നോക്കാം. Any of these situations can lead to nasty outcomes for both patients and the hospital. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ലീഡ് ചെയ്യുന്നത് ഇതിന്റെ ഫലങ്ങൾ പേഷ്യൻസിനും അതുപോലെ ഹോസ്പിറ്റലിലാണ് അനുഭവിക്കുന്നത്. In hospital, there is a very little, if any, allowance for maintenance mishaps such as missed equipment maintenance or improper cleaning and disinfection. അപ്പോ ഇങ്ങനെ സമാനമായിട്ടുള്ള സംഭവങ്ങൾ, അതായത് ഇതുപോലെ എക്യുപ്മെന്റ്സുകളൊക്കെ കംപ്ലൈന്റ് ആയി വരിക, അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലീനിങ് ഇല്ലാതെ വരുന്നതും അതുപോലെ ഡിസിൻഫെക്ഷൻ ഒക്കെ സംഭവിക്കുന്നതും വിഷാംശം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത്. എക്യുപ്മെന്റ്സ് തകരാറ് വരുന്നതോ അല്ലെങ്കിൽ ക്ലീനിങ് ഇല്ലാതെ വരുന്നതോ അല്ലെങ്കിൽ ഡിസിൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവുന്നതൊക്കെ വളരെ കുറവാണെന്ന്. മാക്സിമം അവർ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സ്റ്റാഫുകൾ. Then അടുത്തൊരു സെക്ഷൻ ആണ് കൺട്രോളിംഗ് മെയിൻ്റനൻസ് കോസ്റ്റ്. ചിലവ് കൺട്രോൾ മെയിൻ്റനൻസ് കോസ്റ്റിന്റെ നിയന്ത്രണത്തെ കുറിച്ചാണ് ഇനി പറയുന്നത്. Then നോക്കാം. Although lives must be saved and patients undoubtedly deserve the best care, the fact is that like any other industry, healthcare is subject to budgetary constraints and financial scrutiny. മറ്റ് ഏത് ഇൻഡസ്ട്രീനെ വെച്ച് നോക്കിയാണെങ്കിലും ഹെൽത്ത് കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അത്യാവശ്യം ഒരു എന്താണ് ആവശ്യമുള്ള ഒന്നാണ് അല്ലെ. ഒരു ഹെൽത്ത് ഹോസ്പിറ്റലിന്റെ ആവശ്യകതയാണ് എന്ത്, പേഷ്യൻസിന് ഒരു മികച്ച പരിചരണം കൊടുക്കുക എന്നതും അതുപോലെ തന്നെ ബെസ്റ്റ് കെയർ കൊടുക്കുക.
അതോടൊപ്പം തന്നെ എന്താണ് ഒരു ജീവൻ, ഒരു പേഷ്യന്റിന്റെ ജീവൻ രക്ഷിക്കേണ്ടതും അല്ലെങ്കിൽ ഏറ്റവും നല്ല മാക്സിമം ഒരു മികച്ച ഒരു പരിചരണം കൊടുക്കേണ്ടതും മറ്റ് ഏത് ഇൻഡസ്ട്രീനെയും അപേക്ഷിച്ച് ഒരു ഹോസ്പിറ്റലിന്റെ ചുമതലയാണെന്ന്. Then healthcare is subject to budgetary constraints and financial scrutiny. അപ്പോ അതുകൊണ്ട് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ കുറച്ച് ബഡ്ജറ്ററി ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെ. ഒരു ഹെൽത്ത് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് വരുന്നൊരു എന്താണ് ഒരു സ്ഥാപനം തന്നെയാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നതെങ്കിലും മറ്റും ബഡ്ജറ്റും കാര്യങ്ങളും എക്സ്പെൻസ് ഒക്കെ ഉണ്ട്. സോ കൺസ്ട്രെയിൻസ് ആൻഡ് ഫിനാൻഷ്യലി സ്ക്രൂട്ടിനിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ളൊരു പരിശോധന നടത്തണം. കാരണം അവിടുത്തെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ചിലവുകളുണ്ട്, വരുമാനമുണ്ട്, എങ്കിലും അതനുസരിച്ചിട്ട് ഇതുപോലെ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യണം, മറ്റ് സപ്ലൈസ് പർച്ചേസ് ചെയ്യണം, സ്റ്റാഫുകൾക്ക് സാലറി കൊടുക്കണം അല്ലെ, എന്നിങ്ങനെയുള്ള ഒത്തിരി ചെലവുകളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വരവുകളും വരുന്നുണ്ട്. സോ സാമ്പത്തികമായിട്ടുള്ള ഒരു സൂക്ഷ്മ പരീക്ഷണം ആവശ്യമാണെന്ന് ഹോസ്പിറ്റലിൽ. ഇറ്റ് ഈസ് നോട്ട് സീക്രട്ട് ദാറ്റ് ഹോസ്പിറ്റൽ ആർ എക്സ്പെൻസീവ് ടു റൺ അല്ലെ. ഇതൊരു രഹസ്യമല്ലാണ്. ഹോസ്പിറ്റൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണെന്ന് അല്ലെ. Then as hospital taking the lead worldwide അല്ലെ. അതായത് ഇവിടെ പറയുന്നത് എന്താണ്, ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ ചിലവേറിയതാണെന്ന്, ലോകമെമ്പാടും നേതൃത്വം വഹിക്കുന്ന ഒന്നാണെന്ന് ഹോസ്പിറ്റല്. അതിനാൽ അവിടുത്തെ എക്സ്പെൻസ് അത്യാവശ്യം നല്ലൊരു എക്സ്പെൻസ് വരുന്നുണ്ട്. അത് രഹസ്യമായിട്ടൊന്നും വെക്കേണ്ട കാര്യമല്ല, മറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ under constant demand for a care delivery under tight budget, not unlike maintenance managers. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കെയർ ഡെലിവറി അണ്ടർ ടൈറ്റ് ബഡ്ജറ്റ് അല്ലെ, അവരുടെ ഒരു ടൈറ്റ് ബഡ്ജറ്റിൽ നിന്നുള്ളിൽ നിന്നാണ് അവര് നല്ലൊരു പരിചരണം നമുക്ക് ഡെലിവറി ചെയ്യുന്നത്, നല്ലൊരു പരിചരണം പേഷ്യൻസിന് കൊടുക്കുന്നത്. Then maintenance management is a major cost center and can spiral out of control. Underline ചെയ്യുക, ട്രാൻസ്ജെൻഡേഴ്സ് അണ്ടർലൈൻ ചെയ്യുക. മെയിൻ്റനൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് മേജർ കോസ്റ്റ് സെന്റർ ആണ്. can spiral out of control. ചില മെയിൻ്റനൻസ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് മെയിൻ്റനൻസ് മാനേജ്മെന്റിൽ കുറെ കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തോ സെന്റൻസ്. Maintenance management is a major cost center and can spiral of control. Although maintenance can bloat your operational budget when executed as a part of larger strategy, it has potential to considerably reduce your overhead expenses. Okay. അപ്പോൾ പറയുന്നത് എന്താണ്, മെയിൻ്റനൻസ് ബഡ്ജറ്റ് വർദ്ധിപ്പിക്കാനൊക്കെ കഴിയുമെങ്കിലും നമുക്ക് ഒരു വലിയൊരു തന്ത്രത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു മെയിൻ്റനൻസ് നടപ്പാക്കുമ്പോൾ ടോട്ടൽ എക്സ്പെൻസ് കുറയ്ക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് മെയിൻ്റനൻസും ഈ ടോട്ടൽ എക്സ്പെൻസ് കുറയ്ക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഈ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിന്റെ എക്സ്പെൻസ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കി, ചിന്തിച്ചു നോക്കി. എങ്ങനെയാണ് ഈ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റും ഹോസ്പിറ്റലിന്റെ ചിലവും തമ്മിലുള്ള ഒരു കണക്ഷൻ? എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എക്സ്പെൻസും മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റും തമ്മില്? ഉണ്ടോ കണക്ഷൻ? ആലോചിച്ച് നോക്കൂ. 2 മിനിറ്റ് സമയം തരാം, പെട്ടെന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന്? എന്തെങ്കിലും ഐഡിയ കിട്ടാതിരിക്കില്ല, പെട്ടെന്ന് എന്നിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. എന്താണ് മെയിൻ്റനൻസും അല്ലെങ്കിൽ എക്സ്പെൻസും തമ്മിലുള്ളത്? ഇതൊക്കെ നിങ്ങൾ തന്നെ സ്വയം പറയണം കേട്ടോ. കാരണം ഞാനിത് ഒരുപാട് വായിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിരിക്കാൻ രസം എന്നുള്ള ചാപ്റ്റർ അല്ലെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ ആശയങ്ങളും കൂടി വേണമല്ലോ. ഇതൊക്കെയാണ് ക്വാളിറ്റിയുള്ള എക്യുപ്മെന്റ്സുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പർച്ചേസ് ചെയ്യാം. അപ്പോ മെയിൻ്റനൻസും നമുക്ക് കുറച്ചൊക്കെ പരമാവധി ഒഴിവാക്കാം. വേറെ എന്തൊക്കെയാണ്? ഏകദേശം ഐഡിയ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ ആർക്കില്ല? മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാവുന്ന പുതിയ പുതിയ എക്യുപ്മെന്റ്സുകൾ വാങ്ങിക്കേണ്ട, നമുക്ക് റിക്വയർമെന്റ് ഒക്കെ ചെയ്തെടുക്കാം. ഓക്കെ, വേറെ എന്തൊക്കെയാണ്? ഇത് തന്നെയാണ് ആൻസറുകളൊക്കെ വരുന്നുണ്ടോ? ഓരോരുത്തരും ആലോചിക്കാവുന്ന ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, വെറുതെ ഇത് ഞാൻ മാത്രം ഇങ്ങനെ വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് അല്ലേ?
സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എന്താ കുറച്ച് പേര് ഇതിനകത്ത് ഓർക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ എനർജറ്റിയോടെ ക്ലാസ് കേൾക്കുന്നവരുണ്ട്, കുറച്ച് പേര് ഫോൺ വെച്ചിട്ട് അത്യാവശ്യം ടീച്ചർ എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് കേട്ടിരിക്കുന്നവരുണ്ടാവും അല്ലേ? ഓക്കെ, കറക്റ്റ് ആയിട്ട് മെയിൻ്റെനൻസ് ചെയ്യുന്നത് വഴി കോസ്റ്റ് കുറയ്ക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും വേറെ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ആശയങ്ങൾ ഉണ്ടോ? നമ്മുടെ കഴിവുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കണം. നിങ്ങൾ ചിന്തിക്കൂ. വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളൊന്നുമില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഏകദേശം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ മെയിൻ്റെനൻസിന്റെ കാര്യത്തിൽ നമ്മൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ നല്ല എക്യുപ്മെന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുക, പിന്നെ എന്താണ് എക്യുപ്മെന്റ്സുകളിൽ എന്തെങ്കിലും റിപ്ലേസ്മെന്റ് തകരാറുകളൊക്കെ വരികയാണെങ്കിൽ അത് കൃത്യസമയത്ത് റിപ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പുതിയ എക്യുപ്മെന്റ്സ് ഒന്നും വാങ്ങിക്കേണ്ടതായിട്ട് വരികയില്ല. അപ്പൊ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെൻസ് ഒക്കെ പരമാവധി കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. Then simply reducing the maintenance budget is not enough. അല്ലെ, നമുക്ക് മെയിൻ്റെനൻസ് ബഡ്ജറ്റ് കുറച്ചാൽ മാത്രം നമുക്ക് എന്താ ബഡ്ജറ്റിൽ നിന്നും അല്ലെങ്കിൽ എക്സ്പെൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. In fact, arbitrarily cutting maintenance budget is likely to cause even bigger problems later down the line. The maintenance department needs to understand the unique nature of the hospital and strategically research avenue to lower cost without compromising patient care. അതായത് നമ്മൾ പറഞ്ഞു മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് പരമാവധി എക്സ്പെൻസ് കുറയ്ക്കാൻ സാധിക്കും, എങ്കിലും അത് മാത്രം പോരാതെ എക്സ്പെൻസ് കുറയ്ക്കാനായിട്ട് ബഡ്ജറ്റ് വെട്ടി കുറയ്ക്കുന്നതിലൂടെ മാത്രം അതിന്റെ പിന്നിൽ വലിയ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് റിപ്പയർ ചെയ്തിട്ട് എടുക്കാം, അപ്പൊ അതിന്റെ പിന്നിലും ചിലപ്പോൾ പല പ്രശ്നങ്ങളും സംഭവിച്ചേക്കാം. Then the maintenance department need to understand the unique nature of the hospital and strategically research avenue to lower cost without compromising patient care. അതായത് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഏറ്റവും നല്ലൊരു സവിശേഷ സ്വഭാവവും അതോടൊപ്പം തന്നെ എന്താണ് പേഷ്യൻസിന്റെ ഈ പരിചരണത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ചെലവ് കുറയ്ക്കുന്നതിനുള്ളൊരു പുതിയ മാർഗങ്ങൾ അവർ മനസ്സിലാക്കുന്നത് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ്. അതായത് കോസ്റ്റ് അധികം വരാത്ത രീതിയിൽ എന്നാല് പേഷ്യൻസിന് നല്ലൊരു കെയറും കൊടുക്കണം. അപ്പോ അതിനു വേണ്ടി അവർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് കൂടി മനസ്സിലാക്കിയെടുക്കണം. ആർബിട്രറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറയ്ക്കുന്നതിലൂടെ എന്നൊക്കെ ഒരു മീനിങ് ആണ്. ഓക്കെ, അതായത് മെയിൻ്റെനൻസ് കുറയ്ക്കുന്നതിലൂടെ എന്നുള്ളൊരു മീനിങ്. ദെൻ പിന്നെ പറയുന്നത് അവന്യൂസ് എന്ന് പറയുന്നത് എന്താണ്, മാർഗങ്ങൾ, അതിനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്തണം. അതായത് ചെലവും കുറയ്ക്കണം, അതോടൊപ്പം തന്നെ പേഷ്യൻസിന് ചെലവ് കുറയ്ക്കുമ്പോൾ അവിടെ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കുറയാൻ പാടില്ല. നല്ല സേവനങ്ങൾ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പരിചരണം തന്നെയായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക. Major area can start from include energy management, inventory control, and proactive maintenance. Okay. അപ്പൊ മേജർ ഏരിയ വെച്ച് നമ്മൾ നോക്കേണ്ടത് എനർജി മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഇൻവെന്ററി കൺട്രോൾ. നിലവിലെ കണക്കുകൾ പട്ടികകൾ തയ്യാറാക്കുമല്ലോ, സപ്ലൈസും ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളും, അതിനകത്തൊക്കെ നമ്മൾ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് എക്സ്പെൻസ് ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് അതിനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തുക. ഓക്കെ, വായിച്ചു നോക്കി അത്രയും ഭാഗം. കൺട്രോളിംഗ് മെയിൻ്റെനൻസ് കോസ്റ്റ്, ഇത് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് വായിച്ച് മനസ്സിലാക്കേണ്ട ഏരിയയാണ് കേട്ടോ. മാക്സിമം ഇതിനെ കൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എളുപ്പം പറഞ്ഞു തന്നിരിക്കുന്നത്. ദെൻ സ്വയം ഒന്ന് വായിച്ച് നല്ല രീതിയിലുള്ള എഫോർട്ട് എടുത്ത് വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ കേട്ടോ. ഒരു 3 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കോട്ട് നിങ്ങൾ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു പ്രാവശ്യം പെട്ടെന്ന് ഓടിച്ചിട്ട് വായിച്ച് ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല. 3 പ്രാവശ്യം ഒന്ന് മനസ്സിലാക്കി ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ.
Okay, complete ചെയ്തോ? വായിച്ചോ അത്രയും? Okay, next നോക്കാം. The critical need for hospital facilities maintenance. Critical need hospital facility maintenance ന്റെ ആവശ്യകത എന്താണ്? Implementing a future-proof hospital building maintenance strategy can effectively reduce patient complaints, violations, and asset downtime that challenge the hospital maintenance managers for decades. എന്താണ് പറയുന്നത്? Implementing a future-proof hospital building maintenance. അല്ലേ? ഭാവിയിലേക്കുള്ള ഒരു ഫ്യൂച്ചർ പ്ലാൻ നടപ്പാക്കുന്നത് എന്തൊക്കെയാണ്? രോഗികളുടെ പരാതികൾ കുറയ്ക്കാൻ സാധിക്കും, വയലേഷൻസ് ലംഘനങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് കുറയ്ക്കാം. അതോടൊപ്പം തന്നെ അസറ്റ് ഡൗൺ ടൈം, അതായത് അസറ്റ് ഡൗൺ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സേവനങ്ങൾ, അസറ്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്വത്തുക്കൾ എന്നുള്ള മീനിങ് മീൻസ് ഹോസ്പിറ്റലിലുള്ള അസറ്റുകൾ, എക്യുപ്മെന്റ്സ് ആകാം, അതെല്ലാം ഡൗൺ ടൈം ആകുന്നതും പ്രവർത്തനരഹിതമാകുന്നതും, അത് പ്രവർത്തനരഹിതമാകുന്ന സമയം അസറ്റ് ആ സമയം നമുക്ക് കുറയ്ക്കാനും സഹായിക്കുന്നു. അതായത് നല്ല രീതിയിലുള്ള ഒരു ഭാവിയിലേക്ക് കൂടിയുള്ള ഒരു പ്ലാനാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരമാവധി സോൾവ് ചെയ്യാൻ പറ്റുന്നു. ഹോസ്പിറ്റൽ ബിൽഡിംഗ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റൽ ബിൽഡിംഗ് മെയിൻ്റനൻസ് is dependent on extending the utility of your building and asset by regularly inspecting, repairing, and maintaining the environment, asset, and applicants within hospital system. അതായത് ഹോസ്പിറ്റലിലെ ഒരു ഹോസ്പിറ്റലിനുള്ളിലുള്ള പരിസ്ഥിതി, അതുപോലെ അവിടുത്തെ ഉപകരണങ്ങള്, ദെൻ അസറ്റ് മീൻസ് എക്യുപ്മെന്റ്സ്, അങ്ങനെയുള്ള സംഭവങ്ങൾ റെഗുലർ ആയിട്ട് ഇൻസ്പെക്ടിങ് മീൻസ് പതിവായിട്ട് അത് എന്ത് വേണം? ഉപയോഗക്ഷമതയൊക്കെ പരിശോധിക്കണം. അതുപോലെ തന്നെ എന്താണ് അതിനും മറ്റും റിപ്പയറിംഗ് ചെയ്യണമെങ്കിൽ റിപ്പയറിംഗ് ചെയ്യുക, മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക. Hospital building management team are responsible for heating, air conditioning, refrigeration, ventilation, and other asset with your health care facility. ആശുപത്രിയില, ഹോസ്പിറ്റലില, ഇങ്ങനെയുള്ള അവരുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ബിൽഡിംഗ് മാനേജ്മെന്റിന്റെ ടീമിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് പറയുന്നത്. ഫോർ ഹീറ്റിംഗ് മീൻസ് നമ്മൾ എക്യുപ്മെന്റ്സുകളും അങ്ങനെയുള്ള ഹീറ്റിംഗ്സിന്റെ കാര്യങ്ങളും, ഇനി എയർ കണ്ടീഷനിങ്ങിന്റെ കാര്യം, റെഫ്രിജറേഷൻസിന്റെ പ്രശ്നമുണ്ടെങ്കിൽ വെന്റിലേഷൻസ്, ഇങ്ങനെയുള്ള ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടുത്തെ ബിൽഡിംഗ് മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റലിലുള്ള ബിൽഡിംഗ് പരമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പൊ വെന്റിലേഷനും റെഫ്രിജറേഷനും അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്
ഹോസ്പിറ്റലിന്റെ ബിൽഡിംഗ് മാനേജ്മെന്റ് ടീമായിരിക്കും. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. ദ ക്രിട്ടിക്കൽ നീഡ് ഫോർ ഹോസ്പിറ്റൽ ഫെസിലിറ്റി മെയിൻ്റെനൻസ്. ഇത് വായിച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി. ബൈ ഹാർട്ട് ചെയ്യാറൊന്നും ഇല്ല. അതില്ല അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾ പഠിക്കുക കേട്ടോ. അണ്ടർലൈൻ ചെയ്യുന്ന ഭാഗം മാത്രം പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അണ്ടർലൈൻ നമ്മൾ ചെയ്തു തരുന്നത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ദെൻ ബാക്കിയുള്ളത് നമ്മൾ ഒരു 1-2 പ്രാവശ്യം നിങ്ങളത് മനസ്സിരുത്തി വായിച്ച് മനസ്സിലാക്കാം. നമ്മള് ഒട്ടും തന്നെ വായിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ആൻസർ ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ ക്ലാസ് കേട്ട ഓർമ്മയും അതോടൊപ്പം തന്നെ ഒരു 5 പ്രാവശ്യം വായിക്കാം. നിങ്ങൾക്ക് ടഫുള്ള ഏരിയ ഏതെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ഭയങ്കര ടഫാണല്ലോ, ഇത് എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങനെയല്ല വേണ്ടത്. ഇനി ഇൻ കേസ് ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 ടൈംസ് വായിച്ചു വിടുക. ഓക്കെ, അത്രയും മതി. ബാക്കി നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഷുവർ ആയിട്ട് എക്സാമിന് ആൻസർ ചെയ്യാൻ പറ്റും. വായിക്കാതെ സ്കിപ്പ് ചെയ്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ അത് പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള നിങ്ങൾക്ക് ഇത്ര പഠിച്ചിട്ടും കിട്ടുന്നില്ല എന്നുള്ളൊരു പോർഷൻസ് ഒക്കെ വരികയാണെങ്കിൽ മാക്സിമം ഒരു 5 പ്രാവശ്യം വായിക്കാം. ഓക്കെ, ദെൻ നിങ്ങൾ ആ 5 പ്രാവശ്യം വായിച്ച ഭാഗം ഒന്ന് സ്റ്റാർ പോയിന്റ് ചെയ്ത് വെക്കുക. എക്സാമിന്റെ ടൈമിൽ ആ സ്റ്റാർ മാർക്ക് കിട്ടുന്നത് ഒന്ന് ജസ്റ്റ് ഓടിച്ചിട്ട് ആ ഒരു ടൈമിൽ ഒന്ന് വായിക്കാം. അത്രയും ഭാഗം നിങ്ങൾ ചെയ്യാം. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. മനസ്സിലാക്കി വായിക്കണേ. നമ്മൾ എന്ത് കാര്യം മനസ്സിലാക്കി വായിച്ചാൽ അത് മനസ്സിൽ നിങ്ങൾക്ക് കയറുള്ളൂ. വായിച്ചോ? ക്രിട്ടിക്കൽ നീഡ്സ് ഫോർ പേഷ്യന്റ് ഹോസ്പിറ്റൽ മെയിൻ്റെനൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. Commercial appliances involved in hospital maintenance often include. എന്തൊക്കെയാണ് കൊമേഴ്സ്യൽ ആയിട്ടുള്ള അപ്ലയൻസസ് വരുന്നതെന്ന്, മെയിൻ്റെനൻസിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, അവിടെ വരുന്ന എക്യുപ്മെന്റ്സും അങ്ങനെയുള്ള എന്തൊക്കെയാണ് മെയിൻ്റെനൻസിന്റെ ഭാഗമായിട്ട് വരുന്നതെന്നാണ് പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം. ജസ്റ്റ് പോയിന്റുകളാണല്ലോ, അതൊന്ന് ഓർത്ത് വെക്കണം. കണ്ടൻസേഴ്സ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞാലോ, അതായത് നമ്മള് ബാഷ്പീകരണം ചെയ്യാനും മറ്റും ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ. ഇപ്പോ ബോയിൽ മെഷീൻ ഒക്കെ പോലുള്ള ബാഷ്പീകരണത്തിന് നീരാവിയൊക്കെ എടുക്കുന്ന നമ്മള് അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകള്, പേപ്പർ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകള്.
then generators, then compressors, air compressors, then machinery, medical devices, research equipments, boilers, then air conditioning equipment, diesel engines, then turbines. Turbine വെച്ചാൽ എന്താണ്? നമ്മുടെ ഈ ജനറേറ്ററിനെ പ്രവർത്തിക്കാനൊക്കെ മെഷീൻസ് പ്രവർത്തിക്കുന്ന ടർബൈനുകൾ. Then pumps. ഇത്രയും കാര്യങ്ങളാണ് കൊമേഴ്സ്യൽ അപ്ലയൻസ് ആയിട്ട് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഒന്ന് സ്റ്റാർ മാർക്ക് ചെയ്ത് വെച്ചേക്കൂ. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോ? Okay, then last okay. Healthcare facility maintenance also encapsulates the space within your buildings like patient rooms, hallways, parking lots, and more. Healthcare facility maintenance എന്ന് പറയുന്നത് encapsulates എന്ന് വെച്ചാൽ include ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്? Buildings, hospital buildings, patients rooms, hallways, അതായത് അവിടെ വരുന്ന ഹോൾ അങ്ങനെയുള്ള എല്ലാ ബിൽഡിങ്സുകളും, then parking ഏരിയകളും മറ്റും ഇതെല്ലാം മെയിൻ്റനൻസിന്റെ ഭാഗമാണെന്ന്. Then anytime hospital patient have a broken TV or the joint commission TJC, the joint commission underline ചെയ്യാട്ടോ. Okay, TJC underline ചെയ്തോ? The joint commission കേട്ടോ. Coming for inspection, you can feel confident in your hospital building maintenance. അതായത് ഇപ്പോ എനി ടൈം, അതായത് ഇപ്പോ ഹോസ്പിറ്റലിൽ ഇപ്പൊ ബ്രോക്കൺ ടി വി ഒരു കേടായിട്ടുള്ള ടി വി ഒക്കെ അത് നന്നാക്കുകയോ അല്ലെങ്കിൽ നന്നാക്കി എടുക്കുന്നു അപ്പൊ തന്നെ അത് ശരിയാക്കുകയോ അല്ലെങ്കിൽ ജോയിന്റ് കമ്മീഷൻ ഇൻസ്പെക്ഷൻ ഒക്കെ വേണ്ടി വരികയാണ്. അതായത് ഹോസ്പിറ്റലിലെ ഫെസിലിറ്റികളും എല്ലാ സേവനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുന്നൊക്കെ ഒരു ഇൻസ്പെക്ഷന് വേണ്ടി ജോയിന്റ് ടീം ഒക്കെ വരുമ്പോൾ നമുക്കൊരു സ്വയം ആ ഒരു ഹോസ്പിറ്റൽ ബിൽഡിങ്ങിനോടൊരു അവിടുത്തെ മെയിൻ്റനൻസിനോടൊരു കോൺഫിഡന്റ് തോന്നുന്നുണ്ട്, ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. കാരണം എല്ലാ പ്രവർത്തനങ്ങളും മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ഒരു ഇൻസ്പെക്ഷൻ വരുമ്പോൾ ആ ബിൽഡിങ്സ് ചെക്ക് ചെയ്യുമ്പോൾ മെയിൻ്റനൻസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് നടന്നിട്ടുണ്ടെന്ന് ഒരു സ്വയം ഒരു കോൺഫിഡൻസ് ഹോസ്പിറ്റലിൽ തോന്നുന്നു. However, an effective hospital building maintenance program is complex and often take months of troubleshooting and testing. എന്താണ് പറയുന്നത്? അതായത് ഹോസ്പിറ്റൽ ബിൽഡിംഗ് മെയിൻ്റനൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ, എപ്പോഴും വർക്കിംഗ് ആണ് അല്ലെങ്കിൽ കൂടുതൽ എക്സ്പെൻസ് ഒക്കെ വരുന്ന ഒരു കാര്യമാണ്. എങ്കിലും ആഫ്റ്റർ ടേക്സ് മന്ത്സ് ട്രബിൾ ഷൂട്ടിംഗ് ആൻഡ് ടെസ്റ്റിംഗ്, അതായത് ഇവിടെ പറയുന്നത് മാസങ്ങളും അല്ലെങ്കിൽ മാസങ്ങളോളം ട്രബിൾ ഷൂട്ടിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നീണ്ടു നിൽക്കുന്ന മാസങ്ങളോളം അതിന്റെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെസ്റ്റിങ്ങും ഇപ്പൊ മെയിൻ്റനൻസിന്റെ ആണെങ്കിൽ പരിശോധന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതായത് നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ നോക്കുകയാണെങ്കിൽ എപ്പോഴും എന്തെങ്കിലും വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്നില്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ബിൽഡിങ്ങുകൾ പണിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ ഒരു റൂം മാറ്റി അവിടെ വേറെ സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ എക്യുപ്മെന്റ്സുകൾ കൊണ്ടുവന്ന് വെക്കുക, അല്ലെങ്കിൽ പുതിയ ജനറേറ്ററോ അല്ലെങ്കിൽ പുതിയ പുതിയ ഉപകരണങ്ങളൊക്കെ വെക്കുന്നതോ. ഓപ്പറേഷൻ ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിലും ചിലപ്പോൾ ഫ്രണ്ട് ഓഫീസിൽ ആ ഒരു ഏരിയയിൽ മാറ്റങ്ങൾ വരുന്നത്, ചിലപ്പോൾ പേഷ്യന്റിന് ഇരിക്കാനായിട്ടുള്ള പുതിയ ചെയർസുകൾ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്ട്രാ അവിടെ എന്തെങ്കിലും കുടിവെള്ളം വയ്ക്കുകയോ അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും പുതിയതായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെ, നമ്മൾ എപ്പോ നോക്കിയാലും അവിടെ ഇങ്ങനെ നിരവധിയായിട്ട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് കുറച്ച് കോംപ്ലക്സ് ഉള്ള കാര്യമാണ്. എന്തായാലും ഒരു ട്രബിൾ ഷൂട്ടിംഗ് ആണെന്ന്, അതായത് ഒരുപാട് മാസങ്ങളോട് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ് ആണെന്ന് ഈ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. ഇത് വായിക്കുമ്പോൾ തന്നെ ഒരു 5 പ്രാവശ്യം വായിച്ചു നോക്കണം കേട്ടോ. കൊമേഴ്സ്യൽ അപ്ലയൻസ് തുടങ്ങി നമ്മുടെ ലാസ്റ്റ് പാരഗ്രാഫ് നിർത്തിയത് വരെ അത് വായിക്കണം. ഈ കൊമേഴ്സ്യൽ അപ്ലയൻസ് ഒരു 5 ടൈംസ് വായിക്കണം. വായിക്കുമ്പോൾ തന്നെ ഒന്ന് പഠിച്ചിരിക്കണം കേട്ടോ. കാരണം എക്സാമിൽ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അവര് പ്രത്യേകം പോയിന്റ് ആയിട്ട് അത് മെൻഷൻ ചെയ്തിരിക്കുകയാണല്ലോ, അപ്പൊ അത് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇതൊന്ന് 5 ടൈംസ് വായിക്കണം. മാക്സിമം പറ്റുവാണെങ്കിൽ അതിൽ ഒരു എത്ര പോയിന്റ്സ് ഉണ്ട്?
11 പോയിന്റ്സ് ഉണ്ട്. മാക്സിമം ഒരു 6 പോയിന്റ് എങ്കിലും പഠിക്കാമല്ലോ. ഒന്ന് ഇപ്പൊ തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. വായിച്ചു. കംപ്ലീറ്റ് ചെയ്തോ? കൊമേഴ്സ്യൽ അപ്ലയൻസ് നോക്കിയോ ഏതൊക്കെയാണെന്ന്? പഠിച്ചോ? ഏതെങ്കിലും ഒരു 6 പോയിന്റ് എങ്കിലും പഠിച്ചോ? ഓക്കെ. നെക്സ്റ്റ് ഒരു ചെറിയൊരു പാരഗ്രാഫ് കൂടെ നമുക്കൊന്ന് വായിക്കാം കേട്ടോ. ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് ബെസ്റ്റ് പ്രാക്ടീസസ്. മെഡിക്കൽ എക്യുപ്മെന്റ് ക്യാൻ ബി വെരി എക്സ്പെൻസീവ് അല്ലെ? മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓരോ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ എക്യുപ്മെന്റ്സിലും നമുക്ക് ചെറിയൊരു എക്യുപ്മെന്റ് ആണെങ്കിൽ പോലും നല്ലൊരു എമൗണ്ട് നമുക്ക് ആവുന്നുണ്ട് അല്ലെ? അപ്പൊ ഒരു ഹോസ്പിറ്റലിനുള്ളിൽ നിരവധിയായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. സോ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ വളരെ വലിയൊരു എക്സ്പെൻസ് ആണ് ആകുന്നത്. However, well-managed medical assets can remain functional or upward for 2 decades. അതായത് അപ്പൊ മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ ആണെങ്കിൽ അത് നല്ല രീതിയിലുള്ള സമയത്തിനനുസരിച്ചിട്ട് നമ്മൾ മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ 2 decades 2 പതിറ്റാണ്ടുകളോളം നമുക്കത് സൂക്ഷിക്കാന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് സാധനങ്ങൾ എടുക്കുമ്പോൾ നമ്മളുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കുന്ന പറയില്ലേ, അങ്ങനെയല്ലേ പറയുന്നത്? അപ്പൊ നമ്മൾ എത്രത്തോളം നമ്മൾ സൂക്ഷിക്കുന്നുണ്ടോ അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ കയ്യിൽ ഓരോ വസ്തുക്കളും ഇരിക്കുന്നത്. അപ്പൊ നമ്മളത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് 2 പതിറ്റാണ്ടുകളോളം വരെ നമുക്ക് എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കാന്നാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് മേക്ക് പെർഫെക്റ്റ് സെൻസ് ടു എവറിഥിങ് യു ക്യാൻ ടു പ്രൊട്ടക്ട് ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് കീപ് ഇറ്റ് റണ്ണിങ് ഫോർ എ ലോങ് ടൈം അല്ലേ? അപ്പൊ ഇവിടെ പറയുന്നത് നല്ല രീതിയിൽ നമുക്കത് നല്ല എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും അതിന്റെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് മാക്സിമം അത് ദീർഘകാലത്തോളം സൂക്ഷിക്കാന്നാണ് പറയുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കുകയോ അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ആയി പോവുകയോ ഒന്നും ചെയ്യില്ല. ദെൻ നമുക്ക് ഇവിടെ പറയുന്നത് നമുക്ക് എന്താണ് ആ ഒരു നിക്ഷേപം, അതായത് ഇതിന് നമ്മൾ മെയിൻ്റനൻസിന് വേണ്ടി എപ്പോഴും ചിലവാക്കുന്ന ഒരു നിക്ഷേപം മറ്റു പ്രവർത്തനങ്ങൾക്കായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ ഉപയോഗിക്കാം. ഓക്കെ, ഇത് വായിച്ചു നോക്കുക കേട്ടോ. അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് ബെസ്റ്റ് പ്രാക്ടീസസ്.
കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ. Then for hospital maintenance best practice വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. Then ഈ നെക്സ്റ്റ് പറഞ്ഞത് അപ്ലൈ പ്രൊആക്റ്റീവ്. അതിന് ഇപ്പൊ നമുക്ക് ഇന്നത്തെ ടൈം ഇല്ലാലോ, അപ്പൊ എടുത്ത് അത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണ് എല്ലാവർക്കും? ഓക്കെ. ദെൻ ഇനി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ പഠിക്കണം, എഫോർട്ട് എടുക്കാൻ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് ക്ലാസ് കേട്ട് ഒരു അറിവ് വെച്ച് മാത്രം ഒരു ഡിപ്ലോമ ഇതുപോലെ നമുക്ക് ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. സോ നല്ല രീതിയിൽ വായിക്കണം, പഠിക്കണം. പല ക്ലാസ്സുകളും മിസ്സായിട്ടുള്ളവർക്ക് ഉണ്ടാകും അല്ലെ, ക്ലാസ് മിസ്സായിട്ടുള്ളവരുണ്ട്. സോ മിസ്സായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ കൃത്യമായിട്ടും കാണുക കേട്ടോ.